വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ പൊട്ടറ്റോ റോസ്റ്റ് ആണ്. ഇതിനേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ ഇതിലേക്ക് അതിൻ്റേതായിട്ടുള്ള എരിവും ഉപ്പും എല്ലാം പിടിച്ച് പാകമാവുകയുള്ളൂ. അതിന് ശേഷം നമുക്ക് 15 മിനിറ്റിന് ശേഷം മാത്രമേ വറുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്ന് പുരട്ടി 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യമായ എണ്ണ ഒഴിക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതധികം മൊരിയണമെന്നില്ല, നേരിയതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. നമുക്കിത് കറിയാക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ വശവും നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നേരിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് നേരിയതായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റ് നമുക്ക് വറുക്കാനായിട്ട് വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അടുത്ത സെറ്റ് ചിക്കനും കൂടി വറുക്കാൻ വിടുകയാണ്. ഇത് ആവശ്യത്തിനൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് വാടട്ടെ, എല്ലാ വശവും നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. മുരിഞ്ഞ് പോകണമെന്നില്ല, ഇത് കറിയാക്കാനുള്ളത് കൊണ്ട് തന്നെ അധികം മുരിയിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം കൂടി. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി അങ്ങനെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1/2 ടേബിൾ സ്പൂൺ. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് തക്കാളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഒന്ന് അടച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് ഉടയട്ടെ, മൂടി വെച്ച് കൊടുക്കുക. ഇവിടെ തക്കാളി നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഉടഞ്ഞ പരുവത്തിലായിട്ട് തക്കാളി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ ഇതിലോട്ട്. അതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
കറിക്ക് അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് കഴിക്കാവുന്നതാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കറി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. കറിക്ക് ആവശ്യമായിട്ട് വെള്ളം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞിടാവുന്നതാണ്. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരല്പം ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വേവുമ്പോൾ തന്നെ ഇത് കറി റെഡി ആയിട്ടുണ്ടാവും. ഇതിവിടെ കറി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കറി നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഓഫ് ചെയ്യുമ്പോൾ തന്നെ കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു പാകത്തിനായിട്ടുണ്ടാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രുചികരമായിട്ടുള്ള പൊട്ടറ്റോ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലുള്ള മറ്റ് വിഭവങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.